സഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ സ്വീഡനിലേക്ക് ജിംബ്രൂസ് എന്ന ട്രാവലിംഗ് ടീമിൻ്റെ കൂടെയുള്ള ഈ യാത്ര എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. മറ്റെല്ലാ സഞ്ചാരികളെപ്പോലെയും സ്വീഡനിലേക്ക് ഞങ്ങളെ ആകർഷിച്ചത് പ്രധാനമായും നോർത്തേൺ ലൈറ്റ് അഥവാ അറോറ എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു സമസ്യ, അതോടൊപ്പം മനുഷ്യനിർമ്മിതമായ 8ാമത്തെ അത്ഭുതം എന്ന് പറയാവുന്ന സ്വീഡനിലെ ഐസ് ഹോട്ടൽ. ഈ യാത്രയിൽ നമുക്കിവയെല്ലാം ഒന്നിച്ച് കാണാം. 15ഓളം രാജ്യങ്ങളിൽ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുള്ള ജിംബ്രൂസ് എന്ന ഈ ടീം ഈ യാത്ര ഒരു ബാക്ക് പാക്ക് ട്രിപ്പായിട്ട് ചിലവ് കുറച്ചാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ട്, അത്യാവശ്യം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഇവയൊക്കെ ഉപയോഗിച്ചായിരുന്നു കൂടുതലും യാത്ര. ഒപ്പം ഒരുപാട് നടത്തവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര വളരെ മനോഹരമായിരുന്നു. ആവശ്യമുള്ളപ്പോൾ മാത്രം ഞങ്ങൾ ഗൈഡഡ് ടൂർ ലോക്കലി അവൈലബിൾ ആക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നോർത്തേൺ ലൈറ്റ്സൊക്കെ നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഞങ്ങൾ ഗൈഡഡ് ടൂറാണ് ഉപയോഗിച്ചത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലോകത്ത് വേസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. നമുക്കൊക്കെ വേസ്റ്റ് വലിയൊരു പ്രശ്നമല്ലേ. സ്വീഡൻ വേസ്റ്റ് ഇറക്കുമതി ചെയ്യുകയാണ്. സ്വീഡൻ്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിൽ നിന്ന് ഒരു മണിക്കൂർ ഫ്ലൈ ചെയ്യുന്ന കിരോണ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവാണ്. കിരോണ എയർപോർട്ട് ഒരു ചെറിയ എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നടന്ന് വേണം ലഗേജ് എടുക്കുന്നിടത്തേക്ക് പോകാൻ. ലഗേജ് എടുത്ത് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത ടൂർ ഏജൻസ് വണ്ടിയുമായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങളെയും പിക്ക് ചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. തുടർന്ന് നോർത്തേൺ ലൈറ്റ് കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. അതിന് പ്രത്യേകിച്ച് ഡ്രസ്സ് വേണം. -10 ഡിഗ്രി, രാത്രി 12-1 മണി വരെയോ ഞങ്ങൾ പോയി കാത്തു നിൽക്കണം. അതും നോർത്തേൺ ലൈറ്റ് കാണണമെങ്കിൽ ഒരു ഭാഗ്യം തന്നെ വേണം. ലോകത്തുള്ള പല സഞ്ചാരികളും പലതവണ പോയിട്ടും നോർത്തേൺ ലൈറ്റ് കാണാൻ പറ്റാതെ മടങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നോർത്തേൺ ലൈറ്റിൻ്റെ പ്രത്യേകതകൾ അറിയാം. ആകാശത്ത് കാണുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. സ്വീഡനിലെ കിരോണ എന്ന് പറയുന്ന സ്ഥലത്തും ഐസ്ലാൻഡിലുമാണ് പ്രധാനമായും ഈ കാഴ്ച ദൃശ്യമാവുക. Then I ask you, what is the Northern Lights? Yeah, that's actually more than most people I ever have on a tour knows about Northern Lights. So I think it's really good. Yeah. Everyone! That's, yeah. And that's basically it. I will try to explain it a little more in detail, but it's exactly what it is. So inside the sun, it's really hot. You have nuclear explosion. You have... നോർത്തേൺ ലൈറ്റ് കാണാനായി ഞങ്ങളെ ഗൈഡ് ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് 2 മണിക്കൂറോളം ദൂരെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ക്യാമ്പ് ചെയ്ത് അവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് പിന്നെ ഞങ്ങൾ കാത്തിരിപ്പായിരുന്നു. നോർത്തേൺ ലൈറ്റ് കാണുമോ ഇല്ലയോ ഞങ്ങൾക്കറിയില്ല, യാതൊരു ഉറപ്പുമില്ല. രാത്രി 1 മണി വരെ മണിക്കൂറുകളോളം നീണ്ട കാത്തിരിപ്പ്. നോർത്തേൺ ലൈറ്റ് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ 9 ആളുള്ള ടീം അങ്ങനെ കാത്തിരുന്നു. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം തണുത്തുറഞ്ഞ ആ രാത്രിയിൽ ആകാശത്ത് ആ അത്ഭുത പ്രതിഭാസം മെല്ലെ മെല്ലെ വിരിയുകയായിരുന്നു. അന്തിച്ച് നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ശരിക്കും ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഞങ്ങൾക്ക് മനോഹരമായ നോർത്തേൺ ലൈറ്റിൻ്റെ മാസ്മരിക ദൃശ്യം ആകാശത്തിൽ അരങ്ങേറിയത് കാണാനായി. ആ മായക്കാഴ്ചയുടെ മാസ്മരിക ഓർമ്മയിൽ ഞങ്ങൾ അന്ന് പുലർച്ചയോടെ ഹോട്ടലിലെത്തി 3-4 മണിക്കൂർ മാത്രം കിടന്നുറങ്ങി. കാരണം പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് ഐസ് ഹോട്ടൽ കാണാൻ പോകണമായിരുന്നു. അതേ ടൂർ ഏജൻസി തന്നെയാണ്
ഞങ്ങളെ ഐസ് ഹോട്ടലിലേക്കും കൊണ്ടുപോകുന്നത്. Show you a bit before. This is just the main building. Okay, that is the ice hotel. That is under construction. They are starting to make every constructions. ഇപ്പോൾ നമ്മളുള്ളത് വേൾഡ് ഫസ്റ്റ് ഐസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. ഐസ് ഹോട്ടൽ ഇത് കിരുണയിലാണ് ഐസ് ഹോട്ടൽ ഉള്ളത്. ഓക്കെ, That way they see that you paid for the entrance. So we are currently here, which is the main reception. Can we enter the hotel? Any restaurant here, coffee shop? ഐസ് ഹോട്ടലിൻ്റെ ടിക്കറ്റ് എടുത്തു. ഉള്ളിൽ അതും മറ്റൊരു ഗൈഡ് ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്തു. അപ്പോൾ തലേന്ന് രാത്രി ഞങ്ങൾ നോർത്തേൺ ലൈറ്റ് കാണാൻ പോയ കൂട്ടത്തിലുള്ള ഒരു ടീമും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ടീമായി എല്ലാവരും കൂടി ഞങ്ങളങ്ങനെ ഐസ് ഹോട്ടലിൻ്റെ അത്ഭുത കാഴ്ചകളിലേക്കുള്ള യാത്ര ആരംഭിച്ചു. Are you cold? Yeah. It's warm now, actually. We usually have like minus 30 degrees right now, so it's like summer for us right now, so I'm happy. My name is Josephine, and I will be your guide for the day, and I will take you on a guided tour around the ice hotel. Most of it we talked about the history, the construction, the material, the 365 building, our ice park, you know that. But we will start with the construction of the seasonal hotel. And then you will actually also have a look inside our ice production, where we store all our ice. And then after that, after the ice production, we will continue. ഞങ്ങളുടെ ഗൈഡ് ജസ്റ്റിൻ ഐസ് ഹോട്ടലിനെ പറ്റി അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് എല്ലാം വിശദമായി പറഞ്ഞു തന്നു. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, ടെമ്പറേച്ചർ -10 ഡിഗ്രിയാണ്, അവരുടെ സമ്മറാണെന്ന്. കാരണം നോർമലി ഈ സമയത്ത് -30 ഡിഗ്രി വരെ അവിടുത്തെ ടെമ്പറേച്ചർ താഴുകത്രേ. നമ്മൾ 9 ആളുണ്ട്, ടീം ഓഫ് 9 ആൾ, എല്ലാവരും ദുബായിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഐസ് ഹോട്ടലിൻ്റെ കൺസ്ട്രക്ഷൻ ഓരോ കൊല്ലവും അത് പുതിയ പുതിയ ഡിസൈനിൽ അവർ മാറ്റി മാറ്റി ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. സ്കഫോൾഡിങ് ആണ്, ട്രെയിൻ വേണ്ട, കാരണം ഒക്കെ ഒരു നിലയേ ഉള്ളൂ. സ്ട്രക്ചറൽ കോളമാണ്, സ്ട്രക്ചറൽ കോളം, പക്ഷേ ഐസ് ക്യൂബ് കൊണ്ടാണ് ആ കോളം അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഗൈഡിനോട് ചോദിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും. ഐസ് ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 1889 ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. ഓരോ ഐസ് ഹോട്ടൽ, അതിന് ശേഷം 29 ഐസ് ഹോട്ടലുണ്ടായി. ഓരോ ഐസ് ഹോട്ടലും അല്ല ഇവിടെ തന്നെ. അതായത് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചർ ആയിരിക്കില്ല അടുത്ത വർഷം ഉണ്ടായിട്ടുള്ളത്. ഓരോ പ്രാവശ്യം അതിൻ്റെ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം ആളുകൾ അടികൂടും. കളിച്ചാൽ എല്ലാ പ്രാവശ്യവും ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. അതാണ് അതിൻ്റെ വേറെ പ്രത്യേകത. പിന്നെ ലോകത്ത് അലിഞ്ഞു ചേരുന്ന വെള്ളമായി തീരുന്ന ഒരേ ഒരു ഹോട്ടൽ ഇതാണ്, വേറൊന്നുമില്ല. ഇത് വീണ്ടും വെള്ളമായി തീരും. 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലും 80 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുമാണ് ഈ ഐസ് പാളികളുണ്ടാക്കുന്നത്. 80 സെൻറ്റിമീറ്റർ, അതായത് 1600 കിലോഗ്രാം വരും ഒരു ഐസിൻ്റെ പീസ്. അങ്ങനെ ആയിരക്കണക്കിന് പീസുകൾ ചേർത്ത്, 1000 പീസാണ് അത് പറയുന്നത്, 1000 പീസുകൾ ചേർത്തിട്ടാണ് ഈ ഐസ് വാട്ടർ ഉണ്ടാക്കുന്നത്. ഇത് ലോകത്തിലെ മഹാത്ഭുതം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ബാക്കിലുള്ള പുഴയില്ലേ, ആ കാണില്ലേ പുഴ, ആ പുഴയിലാണ് ഐസ് ഉണ്ടാക്കുന്നത്. ആ പുഴയിലെ വെള്ളം കൊണ്ടാണ് ഐസ് ഉണ്ടാക്കുന്നത്. പുഴയിൽ ഐസാണ് ആ വെള്ളം ഐസാണ്. എൻട്രൻസ് ലോബി കഴിഞ്ഞ ഉടനെ ഞങ്ങൾ എത്തുന്നത് ഐസ് ഹോട്ടലിനകത്തുള്ള ഐസ് ബാറാണ്. ഗസ്റ്റ് റൂമുകൾ കുറേ ഉണ്ട്. ഹോട്ടൽ റൂമിൽ എത്തുന്നതിന് മുന്നേ ഐസ് ബാറാണ് ആദ്യം ഞങ്ങൾ കാണുന്നത്. അപ്പോൾ
ഐസ് ബാർ ഞാനൊരു ഡ്രിങ്ക് വന്നിട്ടുണ്ട്. ഈ ഗ്ലാസും ഐസിൻ്റെ തന്നെയാണ്. ഇവിടെ കാണുന്ന സകല സാധനങ്ങളും ഐസിൻ്റെയാണ്. ഈവൻ ലൈറ്റ് ചാൻഡിയർ ലൈറ്റ് ഐസിൻ്റെയാണ് മുകളിലുള്ളത്. ബാർ കൗണ്ടർ, സ്റ്റൂള്, ഇരിക്കുന്ന സ്റ്റൂള്, ടേബിള്, ഈ കൗണ്ടർ, ഇതെല്ലാം ഐസിൻ്റെയാണ്. എവറിത്തിങ് ഈസ് മെയ്ഡ് ഓഫ് ഐസ്. ഈവൻ കാർപ്പറ്റ് നോക്കിയാൽ താഴെ കാർപ്പറ്റ് പോലെ ഉണ്ടാവും. അതും ശരിക്കും പറഞ്ഞാൽ കാർപ്പറ്റ് ഐസ് സ്നോ ആണ്. ഐസ് ബാറിൻ്റെ നമ്മളെ മെനൂടി ഉണ്ട് കേട്ടോ. ഇതിൽ എന്തൊക്കെ കിട്ടുമെന്നുണ്ട്. ഓ, ഇതും ഐസിലാണ്. ആക്ച്വലി ഇത് സ്നോ, ഇത് നല്ല പ്ലെയിൻ ഷേപ്പ് ചെയ്ത ഐസാണ്. അപ്പോൾ അത് നല്ല മിനുസപ്പെടുത്തിയ ഐസ്. ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ എഴുതിയ ടെക്സ്റ്റും ഐസ് തന്നെയാണ്. എല്ലാം ഐസാണ്. ഇവിടെ നല്ലൊരു പ്രതിമയുണ്ട്. ഓ, ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ്, അതും ഐസിൻ്റെയാണ്. കംപ്ലീറ്റ് ഐസ്. എല്ലാം ഇവിടെ കാണുന്നതെല്ലാം ഐസാണ്. എഴുതിരി സ്റ്റാൻഡാണ്. ഇരിക്കാനുള്ള ബെഞ്ചും എല്ലാം ഐസിൻ്റെ തന്നെയാണ്. സോ ഞാൻ ഐസ് ബാറിൻ്റെ അകത്തോട്ടൊന്ന് പോയി അവിടെ. ഐസ് ബാർ കംപ്ലീറ്റ് ഐസിൻ്റെ കൗണ്ടർ എവിടെയും ഉണ്ട്. ഇവിടെ സോ ഐസ് ബാറിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഐസാണ്. ഇതൊരു വണ്ടർഫുൾ ആണ്. ലോകത്ത് ഇങ്ങനത്തെ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഇതുള്ളൂ. ഇത് ശരിക്കും നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വന്ന് കാണേണ്ട ഒരു ഹോട്ടലിൻ്റെ കോറിഡോറാണിത്. അതിൻ്റെ ലൈറ്റ് അടക്കം ചാനൽ അടക്കം എല്ലാം ഐസിൻ്റെയാണ്. കാർപ്പറ്റും വാളും ഒക്കെ ഐസിൻ്റെയാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നിങ്ങൾ നോക്കിയാൽ മനോഹരമായ ബെഡ്റൂംസ് ഒക്കെയും കാണാൻ പറ്റിയൊരു ഇത് മറ്റൊരു ബെഡ്റൂമാണ്. സോ ഇന്ന് രാത്രി ഞാൻ ഇവിടെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തിൻ ഐസ് വേറൊരു ബെഡ്റൂമാണ്. ഇവിടെ നമ്മുടെ പ്രസാദ് ഇറങ്ങി നടക്കുന്നുണ്ട്. പ്രസാദ് ഇന്ന് രാത്രി ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഓരോരാൾക്ക് ഓരോ നിലവാരമുണ്ട്. ശരി, അതെനിക്കത് കിട്ടില്ല. വെള്ളത്തിൽ കിടക്കുക എന്നോട് ഇതിന്റെ ഗ്ലാസിൻ്റെ റിയൽ അമേസിങ്. ഇത് ചെയ്ത ബെഡ്സ് ഓഫ് സീഡ് എന്നാണ് ഈ സ്പെഷ്യൽ റൂമിൻ്റെ പേര്. തിൻ ഐസ് അവിടെ ഉണ്ട്. സോ അഗെയിൻ ബെഡ് ഉണ്ട്. സ്റ്റേ ചെയ്യാം. റൂം നമ്പർ 310 ആണിത്. ആർട്ട് സ്വീറ്റ് എന്നാണ് പറയാം. റൂം നമ്പർ 310 തിൻ ഐസാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത് വേറൊരു ബെഡ്റൂമിലേക്ക് നമ്മൾ എൻട്രി ആണ്. ഓക്കെ, ഡോർ ലോക്ക് ചെയ്യാം. ഈ ബെഡിൻ്റെ അടിയിൽ കൊടുത്ത മനോഹരമായ ലൈറ്റ് നോക്കിയ കാരണം അത് നമ്മൾ പവർ കോൺഡ്യൂട്ട് അതിൻ്റെ അടുക്കേക്കൂടെ പോയിട്ടുണ്ട്. അതും ഈ -5 ഡിഗ്രിയിൽ സസ്റ്റെയിൻ ചെയ്യണം. ഇറ്റ്സ് നോട്ട് ഈസി. ഓ, ലുക്ക് അറ്റ് ദാറ്റ്. ഓക്കെ, ഇത് ഒരു ഹോട്ടൽ റൂം ഐസ് വെച്ച് സെറ്റ് ചെയ്തതാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി 3D പ്രിൻ്റഡ് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തതാണ്. ഓക്കെ, നമുക്കാണെങ്കിൽ ഇതിൽ സ്റ്റേ ചെയ്യാം. കണ്ടത് ബാറാണെങ്കിൽ ഇതൊരു ബെഡ്റൂമാണ്. അത് 28 ആർട്ടിസ്റ്റുകളാണ് ഈ കൊല്ലം. എന്ത് വണ്ടനാണ് 600 യൂറോ എടുത്ത് സിംഗിൾ റൂം എടുത്തൊരു കപ്പിൾ റൂം എടുത്തിട്ട് എന്താ 300 യൂറോ സ്വർഗത്തിലേക്ക് പഠിയാം. ഞാനത് ആരോട് പറയണമെന്ന് ഇതൊക്കെ ഹോട്ടലിനകത്തുള്ള ഓരോ ബെഡ്റൂമാണ്. ഞങ്ങൾക്ക് പേ ചെയ്താൽ ഒരു രാത്രി ആ ബെഡ്റൂമിൽ സ്റ്റേ ചെയ്യാം. -10 ഡിഗ്രി ആണെന്ന് മാത്രം. ഐസ് ഹോട്ടലിൻ്റെ അത്ഭുത കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങളതിൻ്റെ നിർമ്മാണ രീതികൾ കാണാൻ പോയി.
ഐസ് ഹോട്ടൽ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഇവിടെ. ഇഷ്ടിക, ടൈല്, സിമെൻറ്റ് ഇതൊക്കെ ഇവിടെ കാണാം. പക്ഷേ എല്ലാം ഐസിൻ്റെതാണെന്ന് മാത്രം. എവ്രിതിങ് ഈസ് മെയ്ഡ് ഓഫ് ഐസ്. ഐസിന് പെയിൻ്റ് അടിക്കുക എന്നൊക്കെ പറയുന്ന കാണാം. ഇവിടെ നിങ്ങൾ പെയിൻ്റ് അടിച്ച പോലെ ഐസിന് കാർവ് ചെയ്ത് അവർ കളറടക്കം കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു കാഴ്ചയാണ്. അത്ഭുതം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അറോറി ഐസ് ഹോട്ടലും കണ്ട് ഒരു സ്വപ്നത്തിലെന്ന പോലെ ഞങ്ങൾ വീണ്ടും സ്വീഡനിലെ തെരുവുകളിലൂടെ കുറേ നടന്നു. മനോഹരമായ കുറേ അനുഭവങ്ങൾ, കുറേ കാഴ്ചകൾ വീണ്ടും. ഈ സ്വീഡൻ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.